മുഖ്യമന്ത്രി വി ഡി സതീശിനെതിരെ നടത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ആരോപണമായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പ്രധാനമായിട്ടും റിപ്പോർട്ടർ ചാനലിന്റെ പേരിലുള്ള പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നെ സംഭവിച്ചത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് അതിനുള്ള അത്രയ്ക്കൊന്നും വലിയ ആളൊന്നുമല്ല, ഈ പോസ്റ്റ് നീക്കം ചെയ്യുന്നതിൽ ഞാനൊരു ഇടപെടലും നടത്തിയിട്ടില്ല, ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി നമ്മളും കൂടി ഇതിനുള്ള കാര്യം തിരിച്ചു കിട്ടുന്നതിനുള്ള നടപടികളിലേക്ക് നോക്കാം, എൻ്റെ കൂടി സഹായം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിന് കഴിഞ്ഞിട്ട് കുറച്ച് അധികം താമസിക്കാതെ തന്നെ പോസ്റ്റുകളൊക്കെ തിരിച്ചു വരുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നു, ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളൊക്കെ തിരിച്ചു വരുന്നു. അതിനുശേഷം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഇട്ടതുകൊണ്ടല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞത് പിന്നാലെ വേറൊരു സംഭവം നടന്നിരിക്കുന്നു. കുട്ടി സഖാവ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ്. ഈ പേജ് 20 ലക്ഷത്തോളം വ്യൂസ് ഉണ്ടായത്, ഒരു 24 മണിക്കൂറിനകം 20 ലക്ഷത്തോളം വ്യൂസ് കിട്ടിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത് മാത്രമല്ല, നിരവധി പേര്, അതായത് പിണറായി വിജയൻ പോലും ഈ പോസ്റ്റിൽ, ഇതിനകത്തുള്ള പോസ്റ്റിന് കമന്റ് ഇട്ടു എന്നൊക്കെ പറയുന്നു. അതിന് പിന്നാലെയാണോ ഇത് പോയതെന്ന് അറിയില്ല. എന്തായാലും ഈ സഖാക്കളുടെ പോസ്റ്റുകൾ, അല്ലെങ്കിൽ വി ഡി സതീശനെതിരായ പോസ്റ്റുകൾ, മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ, അല്ലെ UDF-നെതിരായ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് മെറ്റ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിന്റെ മെറ്റ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒന്നാമത് UDF-ന് എന്താണ് സ്വാധീനം അതിൽ? മെറ്റയിൽ ഞാൻ കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ നിർബന്ധമായി ആവശ്യപ്പെട്ടാലാണ്, അതായത് അവരെ ഇങ്ങനെ വളരെ വിവാദമാവുകയോ അല്ലെങ്കിൽ ഫാക്ട് അല്ലാത്തത് അവരതാണ് ചെക്ക് ചെയ്യുന്നത്. ഫാക്ട് ചെക്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഓട്ടോമാറ്റിക് ചെക്കിംഗ് ഉണ്ട്. ഒരു പോസ്റ്റ് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊരു സംവിധാനമുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോസ്റ്റുകൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇട്ട പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതേ അന്നിട്ട പോസ്റ്റ്. ആ പോസ്റ്റിൽ തന്നെ വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ടെക്നിക്കലായ വിഭാഗം പരിശോധിച്ച് പിൻവലിച്ചു എന്നാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ കംപ്ലൈന്റ് കിട്ടിയിട്ട് പിൻവലിച്ചു എന്നല്ല. അപ്പൊ പ്രശ്നം എന്താ? അപ്പൊ ഇപ്പൊ അവർ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു, അവരൊരു ടെക്നിക്കൽ അപ്ഗ്രഡേഷൻ നടത്തിയപ്പോൾ ചില പോസ്റ്റുകൾ പോയി, ആ പോസ്റ്റ് ഇപ്പൊ തിരിച്ചു വരികയും ചെയ്തു. അപ്പോ മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും പറയണം എന്നാണ് പറയണമെങ്കിൽ അത് വേറെ എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് മെറ്റ ചെയ്തു അല്ലെങ്കിൽ UN ചെയ്തു എന്നൊക്കെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് അത് ഇവരുടെ ഒരു സ്ഥിരം പതിവായി. ഇപ്പൊ എന്ത് വീണാലും ഇല വീണാലും മുഖ്യമന്ത്രിയാണ് കുഴപ്പം എന്ന് പറയാം. മുഖ്യമന്ത്രി വിമർശിക്കണം, വിമർശിക്കപ്പെടണം. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് എല്ലാ റോളുമുണ്ട്, ഒരു തെറ്റുമില്ല അതിൽ. മുഖ്യമന്ത്രിയുടെ തെറ്റാണെങ്കിലും ഇനിയിപ്പോൾ തെറ്റല്ലാത്ത ചില കാര്യങ്ങളൊക്കെ വിമർശനം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ ആവിയായിട്ട് പോകും. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ആവിയായ ഒരുപാട് വിമർശനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റേഷനരിയുടെ വില കൂട്ടി, ഭയങ്കര വിമർശനമായിരുന്നു. റേഷനരിയുടെ വില കൂട്ടിയിട്ടില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നീക്കി എന്ന് പറയണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 ഇഷ്യൂ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഒന്ന്, മനോരമയിൽ ജോണി ലൂക്കോസ് മുഖ്യമന്ത്രിയായി നടത്തി, ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി നടത്തിയ ഒരു ദീർഘമായ ഇന്റർവ്യൂ വി ഡി സതീശനുമായി. ആ ഇന്റർവ്യൂ മുങ്ങി. ആ ഇന്റർവ്യൂ മുങ്ങിക്കഴിഞ്ഞപ്പോ, ആ ഇന്റർവ്യൂ മുങ്ങിയത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചപ്പോ പോലീസ് കംപ്ലൈന്റിൽ മുങ്ങി എന്നാണ് മെറ്റ എന്ന് മറുപടി പറഞ്ഞു. കേരള പോലീസിന്റെ കംപ്ലൈന്റ്. രണ്ടാമത് തെരഞ്ഞെടുപ്പ് ചട്ടമുള്ളതുകൊണ്ട്. രണ്ടാമത് N മാധവൻകുട്ടി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന്റെ പോസ്റ്റ് കഴിഞ്ഞ സർക്കാർ പോലീസ് പരാതി കൊടുത്ത് റദ്ദാക്കിച്ചു. ഞാൻ പറഞ്ഞത് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അപ്പൊ രമേശ് ചെന്നിത്തലയും പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പരാതിയും ഇവർക്കെതിരെ പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവർ ആദ്യം പറഞ്ഞു രേഖയുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ രേഖ മാതിരിയാണ് രേഖ എന്ന് എനിക്ക് തോന്നുന്നു. കൈരേഖ തന്നെ ഉള്ളൂ. അപ്പൊ രേഖയുണ്ട്. പിന്നെ ഏത് കാര്യവും നുണങ്ങളും ഉറപ്പിച്ച് പറയുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. ആ രീതിയാണ് ഇപ്പൊ പ്രശ്നം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വന്ദേ മാതരം എന്തൊരു ബഹളായിരുന്നു ഇവിടെ കുറെ ദിവസം. ഇപ്പൊ വന്ദേ മാതരം ഇന്നലെ പാടിയില്ല. വന്ദേ മാതരത്തിന്റെ ഉള്ള വരി തന്നെ പാടിയില്ല. സാധാരണ പാടുന്ന വരി പോലും പാടിയില്ല. അപ്പോ ഇപ്പൊ പറയാനില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പാടിയോ? അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ചർച്ച ചെയ്യേണ്ടത് വേറെ വിഷയമാണ്. കേരളത്തിൽ വന്ദേ മാതരം പാടിയില്ല. ഒഫീഷ്യൽ ഫംഗ്ഷനിൽ പാടിയേ ഇല്ല. ഐറ്റത്തിൽ അത് ഉണ്ടായില്ല വന്ദേ മാതരം. അപ്പൊ അത് ഇപ്പം മിണ്ടുന്നില്ല. സതീശൻ വന്ദേ മാതരം പാടി, സതീശൻ അത് പാടി, സതീശൻ ഇത് പാടും, സതീശൻ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സംഖ്യപരിവാർ ആർത്ഥത്തിലല്ല. അപ്പൊ ഈ നുണ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ കുട്ടി സഖാക്കൾ എന്ന് പറയുന്ന പോസ്റ്റ് കാണാണ്ടായി.
എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എന്തായാലും സതീശൻ ഇടപെട്ടാണ് മാറ്റിയെങ്കിൽ അത് തെറ്റാണ്. അല്ല, പിണറായി വിജയൻ ഒപ്പിട്ടു അല്ല പിണറായി പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്തു. അല്ല പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒക്കെ ഇട്ടുണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. ആയിക്കോട്ടെ, ഈ കമന്റ് ചെയ്ത ഒരാളെ വെച്ച് അല്ലെങ്കിൽ പണ്ടൊരു പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ആർക്കെങ്കിലും ഒരു ഉപഹാരം കൊടുക്കുവോ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുവോ അങ്ങനെ എന്താണ് മാൻഡ്രേക്ക് എന്നുള്ളൊരു വിളിയൊക്കെ ഉണ്ട്. അല്ല അതൊക്കെ പഴയ കഥ. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ പലതും ഉണ്ട്. ആ വിവാദം അതൊക്കെ ട്രോൾ ലെവലിലേ വരും. ഞാൻ പറഞ്ഞു ഇവിടെ ട്രോൾ അല്ലല്ലോ, ഇവിടെ വളരെ കൃത്യമായും ഇത് എന്താണ് നീക്കം ചെയ്യാൻ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ? വെറുതെ പറ്റില്ലല്ലോ. വെറുതെ ഈ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നേതാക്കന്മാർ വിളിച്ചു പറയണ മാതിരി അവനെ വിട്ടേക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മെറ്റെ പോലൊരു സ്ഥാപനം അത് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒതന്റിക് ആയ ഡോക്യുമെന്റ് വരണം. ഇവർ പറഞ്ഞ ലീഗൽ, റിപ്പോർട്ടർ ചാനലിൽ ഞാൻ വച്ചയ്ക്ക് കേട്ടതാണ്, ലീഗലായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്, ലീഗൽ അതോറിറ്റീസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നീക്കിയെന്ന് മെറ്റ പറഞ്ഞു എന്ന്. അത് ഇനി അരുൺകുമാറിനെ വിളിച്ച് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മെറ്റ ഒഫീഷ്യലായി കൊടുത്തൽ കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങളുടെ ടെക്നിക്കൽ അപ്ഗ്രഡേഷന്റെ ഭാഗമായിട്ടാണ് ചിലത് പോയത്. അത് അറിയായിരിക്കും. ഇപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവം. പക്ഷേ അങ്ങനെ സതീശനെതിരെ ഒരു ആരോപണമായി ഉന്നയിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ അത് മുങ്ങിപ്പോവുക. ഇപ്പൊ വീണ്ടും ഇന്നും എനിക്ക് തോന്നുന്നു കുട്ടി സഖാക്കൾ കാണാതായതിനും കുറ്റം സതീശനാണ്. കുറ്റം സതീശനാണ്. അപ്പൊ എനിക്കറിയില്ല, സതീശൻ പറഞ്ഞിട്ടില്ല എന്ന് സതീശൻ 100% പറയുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾക്കിനി അത് വേണമെങ്കിൽ സർക്കാർ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ സർക്കാർ നിങ്ങളുടെ അപ്പീലിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ പിണറായി വിജയന്റെ കാലത്ത് ചെയ്തു എന്നുള്ളത് കൊണ്ട് സതീശന് ചെയ്യാൻ പാടില്ല. അതൊരു ന്യായമല്ല. ഇപ്പൊ ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ പിണറായി വിജയന്റെ കാലത്ത് എന്തെല്ലാം ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ചെയ്യും. അത് അവർ ചെയ്യും. പക്ഷെ അവർ ചെയ്തു എന്നത് സതീശന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന്, ഒരു സർക്കാരിനും ഒരു സെൻസറിങ്ങോ ഒന്നുമില്ല. ഇതിനിവിടെ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കണ്ടെത്തണം. ഇപ്പോൾ ഇത് എന്താണ് മെറ്റ ചെയ്തതെന്നുള്ളത് മെറ്റയ്ക്ക് തന്നെ അറിയുള്ളൂ. കാരണം അതൊരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. അങ്ങോട്ട് ഒരു സാധനം പോകും, ഇങ്ങോട്ട് ഒരെണ്ണം വരും, എന്താ പോണേന്നും എന്താ വരണേന്നും ആർക്കും അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്താണ്? മറ്റൊരു സാധനം റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അവരത് ഓഡിറ്റ് ചെയ്യുന്നത്? അവർക്കൊരു ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടാവും. ഓഡിറ്റ് ചെയ്യുന്നത് അതിപ്പോ ചിലപ്പോൾ ഇനി ഒരു കാര്യം, ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് 2 ബില്യൺ അങ്ങടായാൽ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവർ ചിലപ്പോൾ പരിശോധന കഴിഞ്ഞിട്ട് പുറത്തു വിടില്ലായിരിക്കും. എനിക്കറിയില്ല. ചില പോസ്റ്റുകളൊക്കെ അങ്ങനെ കേട്ടില്ല. ഈ വ്യക്തി അധിക്ഷേപം, അതിനൊക്കെയാണല്ലോ റേറ്റിംഗ് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ റേറ്റിംഗ് കൂടുതൽ കിട്ടുമ്പോൾ ചിലപ്പോ തന്നെ സംശയിക്കും ഇതിലെന്തോ കുഴപ്പമുണ്ടോ. അപ്പൊ അവരൊരു കമ്പ്യൂട്ടർ ഓഡിറ്റിംഗ് നടത്തും. ഓഡിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും. ഇപ്പൊ എന്തായാലും അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പീൽ കൊടുക്കുന്നതിന്റെ കൂടെ കേരള ഗവൺമെന്റിന് കൊടുക്കണം. ഇങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് കേരള ഗവൺമെന്റ് വേണമെങ്കിൽ കത്ത് കൊടുക്കുക. അത് സതീശൻ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ കേരള ഗവൺമെന്റ് കൊടുക്കണത് ഒഫീഷ്യലായിട്ട് തന്നെ, ഇങ്ങനെ നിങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു, ഞങ്ങൾക്ക് അത് മാറ്റി തരണം എന്ന് പറയുക. അത് ചെയ്യേണ്ട കാര്യമാണ്. ഇതെന്തുകൊണ്ട് പോയി എന്നുള്ളത് ഇനിയിപ്പോ മെറ്റയുടെ വിശദീകരണം എടുത്തോണ്ട് വരും, എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുമ്പോൾ, നമ്മുടെ നടൻ ജഗദീഷ് വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തെ കുറിച്ചൊന്ന് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അപ്പൊ അതിനകത്ത് പറയുന്നത്, വി.ഡി. സതീശൻ ആഴ്ചകൾ തോറും, അതായത് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടത്തുന്ന പ്രസ് മീറ്റ് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേരള ജനത മൊത്തം കാത്തിരിക്കുകയാണ്. ഇത് പ്രസ് മീറ്റിൽ ഒരു വിജ്ഞാനവും ഉൾപ്പെടുത്തി, അതായത് വിനോദം മാത്രമല്ല വിജ്ഞാനവും കൂടി കലർന്ന ഒരു പ്രസ് മീറ്റാണ്. അതിൽ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇത് വി.ഡി. സതീശന്റെ പത്രസമ്മേളനം ഒരു ബുക്കാക്കി ഇറക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ജഗദീഷ് പിന്നെ അല്പം തമാശയും അല്പം ഗൗരവമുള്ള ഒരാളാണ്. മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഇനി മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അല്പം തമാശയാണെങ്കിലും അതിൽ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ പിണറായി വിജയന്റെ പത്രസമ്മേളനവും വി.ഡി. സതീശന്റെ പത്രസമ്മേളനവും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായും അറിയാം. ഇപ്പൊ നിയമസഭ, വി.ഡി. സതീശന്റെ നിയമസഭാ പ്രസംഗം, വി.ഡി. സതീശന്റെ പത്രസമ്മേളനം, നിങ്ങളത് അതിന്റെ ഒരു റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ ആളുകൾ എത്ര കാണുന്നു? പിണറായി വിജയന്റെ കാലത്തെ ഒരുപക്ഷെ കോവിഡിന്റെ കാലത്തെ പത്രസമ്മേളനം ഉണ്ടാവും. വേറെ പണിയൊന്നും ആളുകൾക്ക് അറിയില്ല. ഇന്നതല്ല, വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ അതിൽ കമന്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അത് വീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം, ദൂരദർശനോ പലരും അത് ഇടാറുണ്ട്. വലിയ തോതിൽ
10,000-കണക്കിന് ആളുകളാണ് 1 മണിക്കൂർ 2 മണിക്കൂറിനകം കമന്റ് ഇടുന്നതും ലൈക്ക് അടിക്കുന്നതും ഒക്കെ. എനിക്ക് കാരണം അത് ജഗദീഷ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോ എന്തൊക്കെ ആരോപണം വന്നാലും അത് ഇവര് CPM-കാർ തന്നെ പറയണ പോലെ ഒരു പത്രസമ്മേളനം കഴിയുമ്പോൾ ആരോപണം ഇല്ലാതാവുന്നു എന്ന രൂപത്തിലുള്ള സംഗതി. ഞാനിപ്പോ VD സതീശൻ പറഞ്ഞൊക്കെ ശരിയാണെന്നോ എന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷേ VD സതീശനെ ടാർഗറ്റ് ചെയ്ത് അവിടെ CPM-ന് തെറ്റുന്നുണ്ടോ എന്ന് അവരാലോചിക്കേണ്ടത്. VD സതീശനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ഒരു 6 മാസത്തിൽ കൂടുതൽ, അത് സതീശൻ തന്നെ പറയുന്നത് CM-ന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അന്നത്തെ CM-ന്റെ ഓഫീസിലിരുന്ന് ചെയ്യുന്ന ആളുകൾ അവരവിടെ ഉണ്ടാവണം എനിക്ക് ഇനിയുന്ന. കാരണം സതീശനെതിരെ പറയാത്ത ആരോപണങ്ങൾ ഇല്ല. നുണേശൻ എന്നാണ് ഇവർ സതീശന് പറഞ്ഞത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ എല്ലാ സംഗതിയും അത് പോയി. കാരണം ജനങ്ങൾ വിശ്വസിച്ചില്ല. ഇവർ ഇത്രയും ആവർത്തിച്ച് നുണേശൻ എന്ന് പറഞ്ഞിട്ടും റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ നിരന്തരം അറ്റാക്ക് ചെയ്തിട്ടും നികേഷിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയ കാർഡും ഇതൊക്കെ കേരളത്തിൽ മുഴുവൻ വെതറിയിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. തിരിച്ചാ ഉണ്ടായി. ഒരു രക്തസാക്ഷി പരിവേഷമാണ് സതീശന് കിട്ടിയത്. അപ്പൊ ഞാനിപ്പോഴും CPM-കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വളരെ വ്യക്തിപരമായ അറ്റാക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ. അതെ, അത് മാത്രമല്ല, ഇത് ഓരോ അധികാരത്തിലേറിയ അന്ന് മുതൽ ഓരോ ആഴ്ചയിലും ഓരോന്ന് വീതം അല്ലെങ്കിൽ 1-2 വീതം ആരോപണങ്ങൾ ഇങ്ങനെ ഇറക്കും. പക്ഷെ ഇത് ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ചിട്ട് പരാജയപ്പെടുന്നതിൽ നല്ലത് നല്ല എന്തെങ്കിലും കാമ്പുള്ള സാധനം കൊണ്ടുവരുമ്പോ അപ്പൊ ആരോപിക്കുന്നതോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ. കുറച്ച് ധൃതി കൂടിയോ CPM-ന്, കുറച്ച് അവധാനത ഇല്ലാതെ. ഒന്നാമത് തെരഞ്ഞെടുപ്പിൽ വളരെയേറെ താഴ്ന്നു പോയി. അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ്. ഒന്ന്, ജനങ്ങളെ തങ്ങളുടെ വിശ്വാസ്യത ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം തയ്യാറാവണം. ആദ്യം അവരുടെ വിശ്വാസ്യതയുടെ ലെവൽ വളരെ താഴ്ന്നു കിടക്കുക. മാത്രമല്ല, ഇപ്പോ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്. അവരാണ് ഈ അടിയുടെ ഏറ്റവും പ്രധാന ഭാരം. ഇപ്പൊ പയ്യന്നൂരോ തളിപ്പറമ്പിലോ കൂത്തുപറമ്പിലോ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അമ്പലപ്പുഴയൊക്കെ. അപ്പോ അത് ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ തോറ്റു എന്ന് ആരോ പറഞ്ഞ മാതിരി തോൽപ്പിക്കാനല്ല വിഷമം, തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞ പോലെ ഇത്തരം ഒരു ടാക്ടിക്സിൽ ഒരുപക്ഷെ അണികളെ ആവേശത്തോടുകൂടി നിർത്താൻ ഞാൻ വിചാരിക്കുന്നത് അവരുടെ അണികളെ ആവേശത്തോടുകൂടി നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല, CPM-ൽ പിണറായി വിജയന്റെ സ്ഥാനം പോവാതിരിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. CPM-ൽ വേറെ ആരും വരരുത്, പിണറായി തന്നെ നിൽക്കണം, പിണറായിയും MV ഗോവിന്ദനും തുടരണം എന്ന് CPM-ൽ വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. വേണ്ടാന്നുള്ളൊരു CPM-ൽ ധാരാളമുണ്ട്. കാരണം ഇവർ തുടർന്നാൽ കേരളത്തിൽ രക്ഷപ്പെടില്ല. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നം പോലും ഒരു വണ്ണപ്മാൻഷിപ്പ് എന്ന് പറയില്ലേ, CPM-ൽ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും ധീരനായ നേതാവ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമവും ഇതിനകത്തുണ്ട്. പക്ഷെ ഇതില് ഞാനിപ്പോഴും കണക്കാക്കുന്നത് നിരന്തരമായി ഇപ്പോ പൂക്കി മേനോൻ എന്ന് സതീശന് നിരന്തരം പറയും. ഇവർക്ക് അറിയാത്തൊരു കാര്യം, പൂക്കി എന്നുള്ള വാക്ക് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശപ്പെട്ടൊരു വാക്കല്ല. അതാണ് പ്രശ്നം. അവരാണ് വിളിച്ചത് സതീശനെ പൂക്കി എന്ന് പറഞ്ഞാൽ ഇയാൾ യൂത്തിന്റെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും അതെ, CPM ഇറക്കുന്ന 90% സാധനങ്ങളും യൂത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല, പഴയ ഗ്രാമറാണ്. മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ PSC അഴിമതി സംബന്ധിച്ച് ഇവിടുത്തെ യൂത്തിന് നിങ്ങൾ ഈ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? PSC യൂത്തിന് ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള നീറ്റ് പോലെയുള്ള ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം. അതുപോലെ ഇപ്പോൾ ശബരിമല അഴിമതി, അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കൂടാനാണ് സാധ്യത. അതുപോലെ ഇപ്പോൾ മരമുറി അല്ലെങ്കിൽ അതുപോലെയുള്ള മെസ്സി അഴിമതിയും സാധാരണ ചെറുപ്പക്കാരെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. തട്ടിപ്പാണ് നടത്തിയെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും പറയും. മുഖ്യമന്ത്രി വരെ മെസ്സി വരും കേട്ടോ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയുള്ള ഒരു പുക നിൽക്കുന്ന സമയത്ത് സതീശനെ ഒറ്റ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നതിന്റെ അത് ദുരന്തമാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സതീശന്റെ ഭാഷ, അതാണ് ജഗദീഷ് പറഞ്ഞൊരു കാര്യം, വളരെ കൃത്യമായി കണക്കും കാര്യങ്ങളും വെച്ചിട്ട് എന്നെ സതീശൻ പറയണം. പിന്നെ ഉടനെ ഗോവിന്ദൻ വന്ന് ബാലഗോപാലൻ വന്നിട്ട് റിയാസ് വന്നിട്ട് നുണയാ, പിണറായി വന്നിട്ട് നുണയാന്ന് പറയും. പക്ഷെ നുണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം കാണിക്കണ്ടേ? ഞാൻ മെറ്റയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശുദ്ധ നുണ എത്ര പേര് ആവർത്തിച്ചു. പിണറായി വിജയൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഒറ്റയടിക്ക് അത് പോയില്ലേ, അത് മുഴുവൻ പോയില്ലേ. അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇനി ഇവർ പറയുന്നതിനൊന്നും വിശ്വാസ്യത ഇല്ല എന്ന് ജനങ്ങൾ തോന്നുന്ന ഘട്ടത്തിൽ എത്തരുത്. നേരെ മറിച്ച് അല്ല, അങ്ങനെയാണ് ഉണ്ടാവാൻ പോണത്.
അതാണ് പ്രശ്നം. ഉം. അങ്ങനെ ഉണ്ടായാൽ പ്രതിപക്ഷം ദുർബലാവും. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിനൊന്നും ഒരു വിലയില്ല. ഞാൻ പ്രതിപക്ഷത്തിന് കാതലായി വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതകൾ ഇവർ ഇല്ലാതാക്കുക. അതെ, ഒരു ഗവൺമെന്റ് തീർച്ചയായും വിമർശിക്കപ്പെടും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ വിമർശനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതാവും. ഇപ്പൊ വന്ദേമാതരവും മെറ്റയും അതുപോലെ ഉള്ള വിഷയങ്ങൾ എടുത്തിട്ടാൽ, റേഷനറി വിലയും ഒക്കെ എടുത്തിട്ടാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, PM ശ്രീ വിഷയത്തിൽ, PM ശ്രീ പോലുള്ളൊരു വിഷയത്തിൽ CPM എത്ര പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സതീശന്റെ നിലപാട് വന്നാൽ വിമർശിക്കപ്പെടും, നമ്മളൊക്കെ വിമർശിക്കും. അപ്പൊ വന്ദേമാതരം ഇന്നലെ പാടിയിരുന്നുവെങ്കിൽ അതിശക്തമായ വിമർശനം ഉണ്ടാവും, ഒരു സംശയമില്ല. സതീശൻ വളരെ ടാക്ടിക്കലാ, ചോദിച്ചില്ല. സതീശൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിന്റെ ഒരു നിലപാടുണ്ട്, കോൺഗ്രസ് നയിക്കുന്ന UDF ഒരു നിലപാടുണ്ട്, ആ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് ആഗസ്റ്റ് 15 കാണാം. ഇപ്പൊ പറയേണ്ട കാര്യമില്ല, ഇപ്പൊ അത് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്താൽ പോരെ, ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ എന്ന് പറയണോ? അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ജഗദീഷ് പറഞ്ഞ പോലെ സതീശൻ വേറൊരു കാര്യം കൂടിയുണ്ട്. സതീശന്റെ പത്രസമ്മേളനം രേഖയായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് രേഖ, അത് മന്ത്രിസഭ തീരുമാനം രേഖ എന്നുള്ള നിലയ്ക്ക് തന്നെ പുറത്തുവിടും നല്ലതാണ്. എന്താ കാര്യം വെച്ചാൽ നാളെ നമുക്ക് റെഫർ ചെയ്യാനും, സതീശൻ പറഞ്ഞ് നുണയാണെങ്കിൽ അത് പറയാലോ, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് കാണിക്കാലോ. അത് പറയാതെ ഏതെങ്കിലും ഒരു വാചകം എടുത്തു, അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് സതീശനെ വീഴ്ത്താമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷം കുറെ കൂടി ഗൗരവത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്.